ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തുടക്കക്കാർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേക്ക് ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ഡെക്കറേഷൻ വീഡിയോസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ₹1 ചിലവില്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കി പഠിക്കാം. അപ്പം വീഡിയോ ഫുള്ള് കാണണമെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ കേക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി നമ്മൾ പൊക്കത്തിൽ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 200 ml കപ്പിൽ 1 കപ്പ് അളവാണ്. അപ്പോൾ നമ്മൾ ഗ്രാം അളവാണെങ്കിൽ 120 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൂൺ അളവാണെങ്കിൽ ഒരു 12 സ്പൂണിന് നമുക്ക് മൈദാമാവ് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മൾ അരിച്ചെടുക്കുന്നത് 3 പ്രാവശ്യം അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ കേക്കിൻ്റെ ടിന്ന് എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചിൻ്റെ അളവിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇത്തിരി പൊക്കവും കിട്ടണം, അതുപോലെ തന്നെ ഇത്തിരി വലിയ കേക്കും ആയിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കുമ്പോൾ ഓരോ മുട്ട വീതം പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് എടുക്കണം. അപ്പോൾ ചില മുട്ട കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 4 മുട്ടയും നമുക്ക് ഇല്ലാതായിപ്പോൾ, അതുകൊണ്ട് ഓരോ മുട്ട വീതം നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഒരു അടപ്പ് നിറച്ച് ഇവിടെ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ 1 കിലോ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ 5 സ്പൂണല്ലേ ചേർക്കുന്നത്. ഇതിപ്പോൾ 10 സ്പൂൺ അളവിൽ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അളവ് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതും അല്ലെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് അളവ് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ അത് ക്ലിയർ ആവും. നമുക്ക് അളന്ന് തന്നെ എടുക്കണമെന്നില്ല, കറക്റ്റായിട്ട് നമുക്ക് മെഷർമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പഞ്ചസാരപ്പൊടി ഒരു 10 സ്പൂൺ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ബീറ്റ് ചെയ്തെന്ന് അറിയുന്നത് നല്ല വെള്ള കളറിലാവും കേട്ടോ, അതുവരെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം സ്പീഡ് കുറച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂട് പാലോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു അളവിൻ്റെ ടിന്ന് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പകുതി ആദ്യം ഒന്ന് ബേക്ക് ചെയ്തെടുക്കും, അതേപോലെ പകുതി പിന്നീട് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 10 മിനിറ്റ് ചൂടാക്കിയ പാത്രത്തിലേക്ക് വെച്ച് ഒരു 30 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. 25-30 മിനിറ്റ് ആകുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ. കൂടുതൽ സമയമുണ്ടെങ്കിൽ 25 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം, വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എടുക്കാം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 കേക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. ഞാൻ ഇവിടെ 1 കിലോയുടെ ബേസനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതാ 1 ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ക്രീം തേച്ച് കൊടുക്കണം. ക്രീം നല്ല ബീറ്റായിട്ട് ഇരിപ്പുണ്ട്, നല്ല കട്ടിയിട്ട് ഇരിപ്പുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു കേക്കിലേക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ എല്ലാം കൃത്യമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒക്കെ കണ്ട് കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ ഇതിലേക്ക് മാംഗോ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് മാംഗോയുടെ ക്രഷ് കുറച്ച് ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർക്കുകയാണ്. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാൻ. അപ്പോൾ ഞാൻ അതവിടെ കേക്ക് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി ചേർക്കുന്നുണ്ട്. ചോക്ലേറ്റ് മാംഗോ ചോക്ലേറ്റ് അല്ല ചേർക്കുന്നത്, സാധാ ചോക്ലേറ്റാണ് കേട്ടോ, വൈറ്റ് ചോക്ലേറ്റ്. കാരണം ഇതെൻ്റെ ചേട്ടൻ്റെ മോളെ കുഞ്ഞിനുള്ള ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അവൾക്ക് അധികം കളർ കേക്കൊന്നും കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമില്ല കേട്ടോ.
അതിനുശേഷം നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേക്കിൻ്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണാൻ പാടില്ല. നല്ല രീതിയിൽ കേക്കൊക്കെ നല്ലതുപോലെ നല്ലതായിട്ട് ക്രം കോട്ട് ചെയ്ത് വെക്കണം. കേക്കൊക്കെ അതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ ക്രീമൊക്കെ തേച്ച് പുറമൊക്കെ നല്ലതുപോലെ ക്രീമായിട്ട് കേക്ക് ഒട്ടും തന്നെ പുറത്ത് കാണാത്ത രീതിയിൽ വേണം ചെയ്യാം കേട്ടോ. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കേക്കാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന കളറ് ഒരു തുള്ളി യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു തുള്ളി ഓറഞ്ച് കളർ കൂടി മിക്സ് ചെയ്താണ്. അപ്പോൾ ഞാൻ ഇവിടെ നല്ല കളർ കിട്ടാൻ ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രീം തേക്കുമ്പോൾ നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ ക്രീമൊക്കെ തേച്ച ശേഷം ഒന്ന് ടൂൾസ് വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇത് പൊക്കത്തിലുള്ള കേക്കായിട്ട് നമുക്ക് ഇതൊക്കെ വെച്ച് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പാടണം. പക്ഷേ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യണം പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ 4 സൈഡ് ഇതുപോലെ ഫിനിഷ് ചെയ്യണതാണ്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലൊരു ലെവല് കിട്ടിയ ശേഷം നമുക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ നല്ലതുപോലെ രീതിയിലാണ് സ്പീഡ് കുറച്ച് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടി കാണിക്കുമ്പോൾ നമ്മൾ തുടക്കക്കാർക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല പറയണത്. അപ്പം ഞാൻ വീണ്ടും എൻ്റെ കാർഡ് തന്നെയാണ് അതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ടും പെട്ടെന്നൊക്കെ നമുക്ക് കേക്കൊക്കെ ചെയ്ത് പഠിക്കട്ടെ. ഇതുപോലത്തെ ഒരു കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനവിടെ ക്രീം തേച്ചപ്പോൾ കുറച്ചൊരു സൈഡ് ഇത്തിരി ക്രീം കുറവെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീണ്ടും അത് ക്രീമൊക്കെ തേച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ടൂൾസ് ഒന്നും ഇല്ലാത്തവർക്ക് എളുപ്പത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു മോഡലൊക്കെ ചെയ്യാൻ നമുക്ക് ടൂൾസ് ഒന്നും തന്നെ വേണമെന്നില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്കൊരു സ്പൂൺ ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് ഞാൻ ഇത്തിരി കൂടെ കളർ കൂട്ടി ഞാൻ ചെറിയൊരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ കാണാനൊരു നല്ല രസമായിരിക്കും കേട്ടോ ഒരു കേക്ക്. അപ്പോൾ ഈ ഒരു കേക്കിലൊക്കെ നമ്മൾ 2 കളറൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പൊക്കം കൂടിയ കേക്കിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കളർ കൂട്ടിയതേ ഉള്ളൂ. നമ്മൾ അധികം കളറൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെ അതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് നമ്മൾ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം കേട്ടോ. വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമുക്ക് ഏത് രീതിയിലാണ് കേക്ക് ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ വീഡിയോ ഉപകാരപ്പെടുകയാണ്. കേക്കിൻ്റെ വീഡിയോസ് മാത്രമല്ല, നമ്മൾ ബേക്കറി ഐറ്റംസ് ഞാൻ ഈ ചാനൽ വഴി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ടൂൾസ് ഒന്നും ഇല്ലെങ്കിലും കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ നമ്മളെ വീട്ടിലുള്ള ഇതുപോലത്തെ ഒരു സ്പൂണ് മാത്രം മതി. ഇതുപോലെ വച്ചിട്ട് നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു ചുറ്റിക്കുമ്പോൾ തന്നെ ആ ഒരു സ്പൂണൊന്ന് ഒഴുത്തി ഇതുപോലെ കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു സ്പീഡ് കൂട്ടി ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. പതുക്കെ ഒന്ന് പിടിച്ച ശേഷം ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ പതുക്കെ ഒന്ന് പൊക്കിയും താത്തും കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ടൂൾസൊക്കെ ചെയ്യുന്ന അതിനേക്കാളും നല്ല ഭംഗിയൊക്കെ തന്നെ നമുക്ക് ആ ഒരു മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ടോപ്പിലും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ. അപ്പോൾ ടൂൾസ് ഒന്നും ഇല്ലാത്തവർക്കും നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിതിലേക്ക് ഡെക്കറേഷൻ കൊടുക്കുന്ന ഫ്ലവർ എന്ന് വെച്ചാൽ പല കളറിലാണ് നമ്മൾ ആ ഒരു ഫ്ലവർ കൊടുക്കുന്നത്. ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ച് തന്നെ പല കളറിൽ നമ്മൾ ഫ്ലവർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ ഇഷ്ടപ്പെട്ട ഒരു നോസിൽ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇഷ്ടപ്പെട്ട നോസിൽ വെച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രീം ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൽ തന്നെ പല കളറായിട്ട് നമുക്ക് ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഞാൻ റെഡ് കൊടുത്തിട്ടുണ്ട്, യെല്ലോ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളറ്, പിന്നെ പർപ്പിളിൻ്റെ കളറ്, അങ്ങനെ ഒരു 3-4 കളർ കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുകളിൽ ചെയ്തതുപോലെ തന്നെ താഴെ ഞാൻ ഇവിടെ ചെറിയൊരു ബോർഡറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ടൂൾസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇതുപോലത്തെ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്ത് നമുക്ക് കേക്കുകൾ വിൽക്കാൻ പറ്റും. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു മഴവില്ലിൻ്റെയൊക്കെ കളറോട് കൂടിയ ഒരു റെയിൻബോ കേക്കിൻ്റെ ഒരു മോഡലായിട്ട് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്കിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇത് ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു സ്പൂൺ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മോഡൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും ചേർക്കുന്നുണ്ട് കേട്ടോ, ഗോൾഡിൻ്റെ. അപ്പം അത് കുറച്ചൊന്ന് നിറയെ ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നല്ല സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കേക്ക് ഡെക്കറേഷനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കേക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വിളിച്ച് കേൾക്കാം കേട്ടോ. പിന്നെ അതുമാത്രമല്ല, എൻ്റെ അച്ചാറും കേക്കൊക്കെ വേണമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്.